കുഞ്ഞുങ്ങളുടെ ദന്തസംരക്ഷണം എന്ന വിഷയത്തിൽ നമുക്ക് ആധികാരികമായി പല കാര്യങ്ങളും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം. പാൽപ്പല്ല് പോയി വരുമ്പോൾ മുതലാണ് സാധാരണഗതിയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പല്ലുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. എന്നാൽ ജനിച്ച് മുലപ്പാൽ ആദ്യമായി നുണയുന്നത് മുതൽക്കേ ഈ വിഷയത്തിൽ ശ്രദ്ധ ആരംഭിക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും പറയുന്നു. കുഞ്ഞിന് പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി ചൂടുവെള്ളത്തിൽ മുക്കി മോണകൾ തുടച്ചു വൃത്തിയാക്കണം. കാരണം വായിൽ അവശേഷിക്കുന്ന പാലിന്റെ അംശം ചെറിയ രീതിയിലുള്ള അണുബാധയുണ്ടാക്കിയേക്കാം. മോണയ്ക്ക് സംഭവിക്കുന്ന ഏത് തകരാറും പിന്നീട് പല്ലുണ്ടാകുമ്പോൾ അതിലും പ്രതിഫലിക്കുന്നു. പല്ലുകൾ വന്നു തുടങ്ങുന്നതോടെ ഫിംഗർ ബ്രഷിംഗ് ആരംഭിക്കാം. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ കുഞ്ഞുങ്ങളുടെ പല്ല് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞാലും പാൽ കുടിച്ച ശേഷം മോണ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ജാഗ്രത കാണിക്കുക. പാൽപ്പല്ല് എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ പല്ലുകളും അത്രമാത്രം ആരോഗ്യമുള്ളതായിരിക്കും. 3 വയസ്സ് ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കാൻ തുടങ്ങാം. കുട്ടികൾക്കു വേണ്ടി പ്രത്യേകം നിർമ്മിക്കുന്ന ബ്രഷ് തന്നെ വേണം ഇതിന് ഉപയോഗിക്കാൻ. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് പരിമിതമായ അളവിൽ മാത്രം ഉപയോഗിച്ച് ശീലിപ്പിക്കുക. ഒരു കാരണവശാലും പേസ്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങരുത്. ഇക്കാര്യത്തിലും ഒരു കരുതലെടുക്കുക. പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത ശേഷം നന്നായി വായ കഴുകിയില്ലെങ്കിലും പ്രശ്നമാണ്. അതിനാൽ കുട്ടികൾ തനിയെ വായ വൃത്തിയായി കഴുകാറാകുന്നത് വരെ ആ സമയത്ത് കുട്ടിയോടൊപ്പം നിൽക്കുക. പല്ല് വരുന്ന സമയം തൊട്ട് തന്നെ പീഡിയാട്രിക് ഡെന്റിസ്റ്റുകളുടെ സഹായത്തോടെ ഇടവിട്ടുള്ള പരിശോധനകൾ നടത്താം. കാൽസ്യത്തിന്റെ കുറവ്, മറ്റു കേടുപാടുകൾ എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ദന്തസംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർമാരോട് ആദ്യം മുതലേ നിർദ്ദേശങ്ങൾ തേടുകയും ആവാം. ഭക്ഷണാവശിഷ്ടം പല്ലുകളിൽ തങ്ങി നിൽക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാൽപ്പല്ലാണെന്ന് കരുതി പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പല്ലുകൾ പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ പാൽപ്പല്ലുകൾക്ക് കീഴെ നിന്ന് തന്നെയാണ് സ്ഥിരമായ പല്ലുകൾ വരുന്നതെന്ന കാര്യം ഓർക്കണം. അതിനാൽ പാൽപ്പല്ല് എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ പല്ലുകളും അത്രമാത്രം ആരോഗ്യമുള്ളതായിരിക്കും.